ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരൂ. അതിനുവേണ്ടി ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണയും ചൂടായി വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് വഴറ്റുക. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായി ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി എന്നിവയും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഈ സമയം 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി വഴറ്റി ഇതുപോലെ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ തക്കാളി പേസ്റ്റ് ചേർത്ത് വഴറ്റി അതിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചു മാറ്റിവെക്കാം. ഇനി സവാള വഴറ്റിയ ആ തവയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കൂടെ തന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ച ശേഷം അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അരപ്പ് ചൂടായി വരുമ്പോൾ തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇളക്കുക. അരപ്പ് തിളച്ച് വരുമ്പോൾ ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതും കൂടി ചേർത്ത് ഇളക്കുക. അതിനുശേഷം പുഴുങ്ങി വെച്ച മുട്ട ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം തേങ്ങയുടെ ആദ്യ പാൽ, അതായത് തൈമ്പാൽ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. തൈമ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ അനുവദിക്കരുത്. ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാൻ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു.